പരിചയപ്പെടുന്ന ആളുകളുടെ ഒക്കെ പേര് ചോദിക്കണം എന്നാണ്. പേര് ചോദിച്ച ആളുകളെ മഹ്ശറയിൽ കണ്ടുമുട്ടുമെന്നാണ്. ചിലപ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റിക്കോണമെന്നൊന്നുമില്ല. എല്ലാവരും കൂടിയും പേരെങ്ങനെ ആലോചിക്കാം? എനിക്ക് തീരെ കഴിയാത്തൊരു പരിപാടിയാണ്. ഒരിക്കൽ കണ്ട ആളെ പിന്നെ ഒരിക്കൽ കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ആദ്യത്തെ ദിവസമൊന്നും മറക്കൂല, പക്ഷെ ആൾക്കാരെ മറക്കും. പിന്നെ ഗൾഫിലൊക്കെ ചെന്നാൽ ചില ആൾക്കാർ 2-3 ദിവസമൊക്കെ ഓരോ വണ്ടിയിൽ നടന്നിട്ടുണ്ടാവും. പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ആളെ ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇന്ന അറിയില്ലേ എന്ന് ചോദിക്കും. ശരിക്കും പരിചയപ്പെടാൻ നിങ്ങൾക്ക് ഇന്ന അറിയില്ലേ എന്ന് ചോദിക്കാൻ പറ്റൂല എന്നാണ്. ഞാൻ ഇന്ന ആളാന്ന് പറയാണ് വേണ്ടത്. ശരിക്ക് ഒരാളെ നമ്മൾ കാണുമ്പോൾ കുറച്ചാലായിട്ട് തന്നെ കണ്ടിട്ട് വെച്ചാൽ ശരിക്ക് അസ്സലാമു അലൈക്കും ഇന്നെ മനസ്സിലായോ എന്നല്ല ചോദിക്കേണ്ടത്. പിന്നെ അസ്സലാമു അലൈക്കും ഞാൻ സാലിം ഫൈസിയാണ് എന്നാണ് പറയേണ്ടത്. അതാണ് ശരിയായ പരിചയപ്പെടൽ. കുറേ ഗൾഫീർ പ്രത്യേകിച്ച് എന്ത് ചെയ്യും? അസ്സലാമു അലൈക്കും മനസ്സിലായില്ലേ എന്ന്. ഇല്ല മനസ്സിലായില്ല. നിങ്ങൾക്കൊന്നും ഇപ്പം മനസ്സിലാവൂലേ എന്ന്. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ ഞാൻ ഇന്ന ആളാന്നാണ് പറഞ്ഞാൽ കുറേ എന്തേലും വെറുതെ മനുഷ്യന്മാരെ അടങ്ങാറാക്കേണ്ട കാര്യം എന്താ? അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയല്ല പരിചയപ്പെടേണ്ടത്. സ്വന്തത്തെ ആദ്യം പരിചയപ്പെടുത്തണം. ഞാൻ ഇന്ന ആളാണ് എന്ന് പറയാൻ ഒരാൾക്ക് കഴിയുക, അത് വലിയൊരു സംഭവമാണ്. അപ്പം എന്താ വെച്ചാൽ പേരിനെ പറ്റി പറഞ്ഞതാണ്. ഏതൊരു മനുഷ്യൻ്റെയും വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാൻ അവൻ്റെ പേര് സഹായകമാകുമെന്നാണ്. അത് വാപ്പട്ട പേര്. പിന്നെ സ്ഥാനപ്പേര് വിളിക്കുക. പിന്നെ വിളിക്കുകയാണെങ്കിൽ ഫൈസി എന്ന് ചുരുക്കി വിളിക്കുക. സ്ഥാനപ്പേരാണത്, അത് വിളിക്കുക. അതേപോലെ ഓമനപ്പേരും വിളിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പറഞ്ഞ പേര് അതൊന്നുമല്ല, നമ്മളായിട്ടിട്ട പേര് അതുണ്ടാവും ചിലത്. 4ാം ക്ലാസ് പഠിക്കണ സ്കൂൾ പഠിക്കണ കുട്ടി ഒരു ദിവസം സ്കൂളിട്ട് വന്നപ്പോൾ വാപ്പാട് പറഞ്ഞു, വാപ്പാ ഞങ്ങളെ ഹെഡ്മാഷ എല്ലാവരും ചേനത്തലേന്നാ വിളിക്കല്. അതിൽ വാപ്പ പറയാണ്, എന്ത് ചേനത്തലേന്നാ വിളിക്കല്? അതിൽ വാപ്പ പറഞ്ഞു കൊടുത്തു, അങ്ങനെ അയാൾക്ക് പറ്റിയ പേരെന്നാണ് അത് എന്ന്. എന്നിട്ട് ഞാൻ കുട്ടി ഇവനെ സിറാത്ത് പാലം കിടക്കണ സമയത്ത് കയ്യമ്മ പിടിച്ചുങ്ങാണ്ട് മണ്ടണത്തരെ. ഏത് ഗുരുനാഥനെ ചേനത്തല എന്ന് വിളിച്ച ആ കുട്ടി നടക്കുക പരിപാടി. അതപ്പം തന്നെ തിരുത്തണം. മോനെ ആര് വിളിച്ചാലും വാപ്പാൻ്റെ കുട്ടി വിളിക്കരുത് കിട്ടോ എന്ന് അപ്പം തന്നെ പറയാൻ വേണ്ടി പറ്റണം. പരിഹാസങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കണതാണ്, ടൈറ്റ് പേരൊക്കെ നമ്മൾ പഠിപ്പിക്കണതാണ്. അതിപ്പോൾ എല്ലാവരും അങ്ങനെ ആവുമ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞാലല്ലാതെ പിന്നെ എങ്ങനെയെന്ന് പറയും. അല്ലാതെ എത്രോട്ടം പറഞ്ഞാലോ അറിയാച്ചാൽ അത്രോട്ടം പറയാനാണ് തീരുമാനിക്കണം. അതിപ്പോൾ ഞാൻ മാത്രം വിളിക്കാതിരുന്നിട്ട് എന്താ കാര്യം? നനക്ക് മാത്രം വിളിക്കാതിരുന്നാൽ എന്താ പറ്റുക? ലവ്മാണല്ലോ. എല്ലാവരും വിളി നിർത്തിയിട്ട് വേണം ഇഞ്ചി വിളിക്കാൻ നിർത്താൻ എന്നൊന്നും തീരുമാനിക്കണ്ടല്ലോ. അനക്ക് മാത്രമാണ് വിളിക്കണ്ടെന്ന് തീരുമാനിച്ചാലും സംഗതി നന്നാവും. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്കിടയിലുള്ള ബന്ധം തകർക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ടൈറ്റ് പേര് വിളിക്കൽ, നിക്നെയിം, പേര് ഉപയോഗിക്കുക എന്നത്. അതുകൊണ്ട് ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ആ പേര് വളരെ ചീത്തയുമാകുന്നു, ഈമാനിന് ശേഷം ചെയ്യുന്ന തമ്മാടിത്തരവുമാകുന്നു. തമ്മാടിത്തരാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ടൈറ്റ് പേര് വിളിക്കൽ. അപ്പോൾ ബന്ധങ്ങൾ ധാരാളമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള ബന്ധം എന്ന് പറയുന്നത്. വേറൊരു ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളോട് മക്കൾക്കുള്ള അപ്പോൾ ബന്ധങ്ങൾ കുറേ ഉണ്ട്. ബന്ധമുള്ളവരെയാണ് ബന്ധു എന്ന് പറയുന്നത്. ബന്ധമുള്ള ആൾക്കാർക്കാണല്ലോ നമ്മൾ ഈ ബന്ധു എന്ന് പറയാം. പിന്നെ ബന്ധു എന്ന് നമ്മൾ ഇന്ന് അർത്ഥം വെക്കുന്നത് വേറെ അർത്ഥത്തിലാണ്, അതിലേക്ക് ഞാൻ വരാം. ബന്ധമുള്ള ആൾക്കാർക്കൊക്കെ ബന്ധു എന്ന് പറയും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള സാഹോദര്യ ബന്ധം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ബന്ധമാണ് മാതാപിതാക്കളോട് മക്കൾക്കുള്ള ബന്ധം. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബന്ധം നിലനിൽക്കാൻ 10 കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. എന്നാലാണ് ബന്ധം നിലനിൽക്കുക. ഒന്നാമത്തെ കാര്യം, മാതാപിതാക്കൾക്ക് സലാം പറയലിനെ വ്യാപിപ്പിക്കണം. നമ്മളൊക്കെ പറയുന്നുണ്ട്, ഒന്നുകൂടി ഉഷാറാക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉമ്മാക്കും വാപ്പാക്കും നമ്മളൊക്കെ ഇപ്പോൾ സലാം പറയലുണ്ട്. മുമ്പത്തൊക്കെ അപേക്ഷിച്ച് സലാം പറയലൊക്കെ കൈ പിടിക്കുക. മാതാപിതാക്കളോട് മക്കൾക്കുള്ള ബന്ധം സ്ഥിരപ്പെടാൻ, ഉറച്ചു നിൽക്കാൻ 10 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് സലാം പറയലാണ്. നമ്മളൊക്കെ ചെയ്യണ തന്നെയാണ്, ഒന്നുകൂടി ഉഷാറാക്കണം. ഞാനൊരാളെ കണ്ടിട്ടുണ്ട്. അയാൾ ഇടയ്ക്കിടയ്ക്ക് വരും,
എന്തിനാന്ന് ചോദിച്ചാൽ സലാം പറയാൻ വന്നാണ് അറിയും. അങ്ങനത്തെ ഒരാൾ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ താരീഖിൽ അങ്ങനെ ഉണ്ട്. അങ്ങാടിയിലേക്ക് പോകാറുണ്ടായിരുന്നു. എന്തിനാ ചോദിച്ചാൽ ഒന്നിനല്ല, സലാം പറയാനെന്നാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പരസ്പരമുള്ള സ്നേഹബന്ധം നിലനിൽക്കാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? അവല അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. നിങ്ങൾക്ക് പരസ്പരം സ്നേഹബന്ധം നിലനിർത്താൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ എന്നാ പറഞ്ഞു തരീന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പറയലിനെ വ്യാപിപ്പിക്കലാകുന്നു എന്ന് പറഞ്ഞു. അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയണം, എല്ലാവർക്കും സലാം പറയണം. അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യം മുസ്ലിങ്ങൾക്കിടയിൽ പരസ്പരം പറയാനുള്ളതാണ്, അല്ലാത്തവരോട് പറയാൻ പറ്റൂല. അപ്പം നാളെ ഒരാൾ ചോദിച്ചു, എന്താ ഇപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ രക്ഷ എനിക്ക് ഉണ്ടാകട്ടെ എന്നല്ലേ? അതിപ്പോൾ എന്താ എല്ലാവരോടും പറഞ്ഞാൽ കുഴപ്പം, എല്ലാവരും കഴിച്ചിലേക്കോട്ടെ പറഞ്ഞു. അങ്ങനെയല്ല, അത് മനസ്സിലാക്കി കൊടുത്ത് ചെറിയൊരു പ്രശ്നം പറ്റിയതാണ്. അസ്സലാമു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷ എന്നാണ്. അതേ സമയത്ത് സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന അസ്സലാമു കൊണ്ട് അമുസ്ലിങ്ങളോട് സലാം പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നല്ല. ഇപ്പം എന്താ എല്ലാവരോടും പറഞ്ഞാൽ എല്ലാവരും കഴിച്ചിലേക്കോട്ടെ എന്നൊക്കെ തോന്നും. സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അസ്സലാമു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം രക്ഷ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ഉദ്ദേശാർത്ഥമാണുള്ളത്. അതിന് സാങ്കേതിക പ്രയോഗം എന്ന് പറയും, അറബിയിൽ ഇസ്തിലാഹ് എന്ന് പറയും. സാങ്കേതിക പ്രയോഗം. ദീനുൽ ഇസ്ലാമിലെ എല്ലാ പ്രയോഗങ്ങളും സാങ്കേതികമാണ്. ഉദാഹരണമായിട്ട് പറയാം, സ്വലാത്ത് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ദ്വാരക്കുക എന്നാണ്. അതേസമയത്ത് അസ്സലാത്തു ജാമിയ എന്ന് പറഞ്ഞാൽ ദ്വാരക്കുക എന്നല്ലല്ലോ. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് രാവിലെ മുക്കറി വിളിച്ചു പറഞ്ഞതിൻ്റെ അർത്ഥം ദ്വാരക്കുക എന്നല്ല. പിന്നെന്താ? നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ, അല്ല എയർപോർട്ടിൽ ചെന്നാൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും പ്രയർ ഹാൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ദ്വാരക്കണ സ്ഥലം എന്നല്ല സംഗതി. ഇപ്പോൾ പ്രയർ എന്ന് പറഞ്ഞാൽ ദ്വാരക്കുക എന്നാണ്. പക്ഷെ പ്രയർ ഹാൾ പറഞ്ഞാൽ ദ്വാരക്കണ സ്ഥലം എന്നല്ലല്ലോ, നിക്കരിച്ചുന്ന സ്ഥലം എന്നാണ്. അപ്പോൾ അസ്വലാത്തു എന്ന് പറഞ്ഞാൽ നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളും അടങ്ങിയ ഒരു ഇബാദത്തിന് പറയുന്ന പേരാണ് അസ്വലാത്തു എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിലും മിസ്സാവും. പിന്നെ അതിൻ്റെ ശേഷം എന്തേപ്പാ പറഞ്ഞതെന്ന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ ഏതായാലും പറയാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി അത് പറയണമല്ലോ വെച്ചിട്ട് പറയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധിയാക്കുക എന്നാണ് അർത്ഥം. ഒരു 100 നോട്ട് എടുത്തുകൊണ്ടാണ് കഴുകി ഒരാൾ. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ സക്കാത്തൊക്കെ കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ സംഖ്യ നടക്കൂല. ആ വാക്കർത്ഥമല്ല. സൗം എന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കാന്നിരുന്നു. മിനി ബസ്സിൽ വേങ്ങരക്ക് പോകാൻ വേണ്ടി കയറിയപ്പോൾ സീറ്റില്ല. അതിൽ കമ്പിയമ്മ പിടിച്ചാണ്ടങ്ങ് നിന്നാൽ സൗമാവൂലല്ലോ. പിന്നെന്ത് വേണം? നെയ്യത്തോടുകൂടി പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുന്നതിനാണ് സൗം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളെയാണ് സാങ്കേതിക പ്രയോഗങ്ങൾ എന്ന് പറയുക. അതിന് അറബിയിൽ ഇസ്തിലാഹ് എന്ന് പറയും. ശരീഅത്തുൽ ഇസ്ലാമിലെ എല്ലാ പ്രയോഗങ്ങൾ പരിശോധിച്ചാലും ഇങ്ങനെയാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ സാങ്കേതികമാണ്. ഉംറ എന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതിക പ്രയോഗമാണ്. ഇങ്ങനെ എല്ലാ പ്രയോഗങ്ങളും സാങ്കേതികമാണ്. അങ്ങനെയാണെങ്കിൽ അസ്സലാമു എന്ന് പറയുന്നത് ഒരു സാങ്കേതിക പ്രയോഗമാണ്. ദാറുസ്സലാം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, സ്വർഗത്തിൻ്റെ പേരാണത്. ദാറുസ്സലാം, രക്ഷയുടെ വീട് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് സ്വർഗത്തിനാ പറയാം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിലവിലുള്ള ഈമാനിൽ സ്ഥിരമായി നിൽക്കുകയും അങ്ങനെയുള്ള ഈമാനിൽ തന്നെ മരണപ്പെടുകയും അതു കാരണം ദാറുസ്സലാമിൽ എത്തിച്ചേരുകയും ചെയ്യട്ടെ എന്നാണ്. നിലവിലുള്ള ഈമാനിൽ നിൽക്കുക എന്നുള്ളത് നിലവിൽ മൂമിനായ ആൾക്കേ ബാധകാവുള്ളൂ എന്നതുകൊണ്ടാണ് അത് മൂമിനീങ്ങളോട് പറയാനുള്ളതാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം.
അല്ലാതെ നമ്മൾ അർത്ഥം വെച്ച രക്ഷ അല്ല അത്. വാക്കർത്ഥം രക്ഷ തന്നെയാണ്, പക്ഷെ അതൊരു ഇസ്തിലാഹാണ്, സാങ്കേതിക പ്രയോഗമാണ്. നിലവിലുള്ള ഈമാനിൽ മരണം വരെ നിൽക്കുക, അങ്ങനെ മരിക്കുക, ദാറുസ്സലാമിൽ എത്തിച്ചേരുക എന്നതാണ് അസ്സലാമു അലൈക്കും. അത് നിലവിൽ മൂമിനായ ആൾക്കേ ബാധകാവുള്ളൂ എന്നതുകൊണ്ടാണ് മൂമിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ കാരണം. അപ്പോൾ സലാം പറയൽ സാഹോദര്യ ബന്ധം നിലനിർത്തും. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള ബന്ധം ഉറക്കാൻ, സ്ഥിരപ്പെട്ടു നിൽക്കാൻ, ഇളകാതിരിക്കാൻ വേണ്ട 10 കാര്യങ്ങളിൽ ഒന്നാമത്തേത് അവരോട് സലാം പറയലാണ്.